everyone, welcome to my channel Mastery. ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. നോക്കിക്കേ, prove that 1 plus 1 by tan square a into 1 plus 1 by cot square a is equal to 1 by sin square a minus sin raised to 4a അല്ലേ? നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് LHS എടുത്ത് നോക്കാം. LHS എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1 plus 1 by tan square a into 1 plus 1 by cot square അല്ലേ? നമുക്ക് എങ്ങനെ ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 1 plus 1 by tan square എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? cot square അല്ലേ? then 1 plus 1 by cot square നമുക്ക് എങ്ങനെ എഴുതാം? 1 by cot square എന്ന് പറഞ്ഞാൽ എന്താണ്? tan square അല്ലേ? ഇതൊക്കെ നമ്മൾ ഐഡന്റിറ്റി പഠിച്ചിട്ടുള്ള 1 by tan square is equal to cot square, 1 by cot square is equal to tan square. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ വേറൊരു ഐഡന്റിറ്റിയും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. 1 plus cot square, 1 plus cot square എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് cosec square, cosec square into 1 plus tan square എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? c square. നിങ്ങൾ നന്നായിട്ട് ഐഡന്റിറ്റി പഠിക്കണം കേട്ടോ. cosec square into c square. then cosec square നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? cosec എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 by sin a ആണെന്ന് അറിയാം. അപ്പം cosec square a നമുക്ക് എങ്ങനെ എഴുതാം? 1 by sin square അല്ലേ? into c square. c square നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? sec എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 by cos അല്ലേ? 1 by cos ആണ് sec എന്ന് പറഞ്ഞാൽ. അപ്പൊ c square എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 1 by cos square ആണല്ലോ. ഇനി നമുക്ക് 1 by sin square into cos square ഇങ്ങനെ എഴുതാമല്ലോ. ഇനി നമുക്ക് 1 by sin square into cos square നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 minus sin square ആണ് cos square എന്ന് പറയുന്നത്. cos square is equal to എന്താണ്? 1 minus sin square അല്ലേ? sin square into cos square, sin square into cos square നമുക്ക് എങ്ങനെ എഴുതാം? 1 minus sin square അല്ലേ? നോക്കിക്കേ, 1 by sin square ഇനി നമുക്ക് ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. sin square into 1 എന്ന് പറഞ്ഞാൽ sin square minus sin square into sin raised to sin square, sin square into sin square എന്ന് പറഞ്ഞാൽ എന്താണ്? sin raised to 4a. അപ്പൊ നമുക്ക് എന്താണ് RHS നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? എന്താണ് RHS കിടക്കുന്നത്? sin square minus sin raised to 4a. അതൊന്നും നമുക്ക് കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? LHS is equal to RHS എന്ന് കിട്ടും. നമ്മൾ ഈ പ്രൂവ് ചെയ്യാനായിട്ട് ഐഡന്റിറ്റി നന്നായിട്ട് ബൈഹാർട്ടാക്കി വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എ ബോക്സ് കണ്ടെയ്ൻസ് 90 ഡിസ്ക് numbered from 1 to 90. If one disk is thrown at random, this find the probability that it bears a multiples of 15. നോക്കിയേ, ഈ ബോക്സിന് ഈ ബോക്സ് കണ്ടെയ്ൻസ് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 19 ഡിസ്ക് ഉണ്ട് അല്ലെ? പിന്നെയോ എന്റെ നമ്പർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 1 to 90 ആണ് അല്ലെ? പിന്നെ പ്രോബിലിറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? 15 മൾട്ടിപ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? 15ന്റെ മൾട്ടിപ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എവിടം വരെ ഉള്ളത്? 1 to 90 വരെ ഉള്ളത്. അപ്പൊ നോക്കി നമുക്ക് 15ന്റെ മൾട്ടിപ്പിൾസ് നോക്കാം. 90 വരെ ഉള്ളത് 15, 30, 45, 60, 75, 90 അല്ലെ? അപ്പൊ നമ്മൾ നോക്കിക്കേ, എങ്ങനെയാ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നത്? പ്രോബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അല്ലെ? അല്ല, നമ്പർ ഓഫ് ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കിക്കേ, ഇതിനകത്ത് പ്രോബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ 15 മൾട്ടിപ്പിൾസിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? അതായത് എന്താ പറയുന്നത്? നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് divided by total number of favorable outcomes. നോക്കിയ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് പോസിബിൾ ആയിട്ടുള്ള? 90 വരെ. 1, 2, 3, 4, 5, 6 അല്ലേ? അപ്പൊ നമുക്ക് പറയാം 6 എന്ന് പറയാം. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് പറയുമ്പോൾ എത്രയാണ്?
90 ഡിസ്ക് അല്ലേ ഉള്ളു, അപ്പൊ 90. അപ്പൊ 90 6/90. അതിനെ വീണ്ടും നമുക്ക് വേണമെങ്കിൽ ലെസ് ചെയ്യാം 1/15 ആണ് പ്രോബിലിറ്റി ഓഫ് 15 മൾട്ടിപ്പിൾസിന്റെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ലെസ് ചെയ്യാം 1/15. ഇതിന് നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ കണ്ടെത്താൻ അറിയാൻ പറ്റും. 15 ആണ് പറഞ്ഞിരിക്കുന്നത്, പിന്നെ 90 ആണ് പറഞ്ഞിരിക്കുന്നത്. 15 into 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. 15 into 6 ആണ് 90 എന്ന് പറയുന്നത്. അപ്പൊ 6 by ടോട്ടൽ നമ്പർ ഓൾ കംസ് 90, 1/15.